ഹലോ, നമസ്കാരം. എനിക്ക് ഇന്ന് ഉച്ചക്കലത്തേക്ക് കടൽ ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ തട്ടിക്കൂട്ട് കറി വയ്ക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. എല്ലാം ഇനി പോയി വാങ്ങണം. പച്ചക്കറി എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഞണ്ട് കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. തട്ടിക്കൂട്ട് കറി വയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ ശകലം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിക്കും. കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ശകലം ഉപ്പും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, കുരുമുളക് പൊടി, മസാലക്കൂട്ട് എന്നിവ ചേർത്ത് യോജിപ്പിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഞണ്ട് തട്ടിയിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. യോജിപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കുന്ന ശകലം ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം അടച്ച് വയ്ക്കേണ്ടത്. അടച്ച് വെച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഞണ്ടിലെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വാളൻപുളി ചേർക്കാവുന്നതാണ്. ഇതെല്ലാം വറ്റിക്കഴിയുമ്പോൾ ശകലം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടെ ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് ഞണ്ട് കറി റെഡിയായിട്ടിരിക്കുകയാണ്.